ദിവസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. എന്താ സംഭവത്തുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. കംപ്ലയിൻറ്റ് നേരത്തെ 2024 തന്നെ കംപ്ലയിൻറ്റ് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഇവിടുത്തെ കൗൺസിലർ LDFന്റെ കൗൺസിലറാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. വാർഡ് കൗൺസിലർ കൂടെ നമ്മുടെ വലിയ പരാതി ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. വലിയ പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എത്ര നാളായിട്ട് ഈ ശല്യമുണ്ട്? ഒരു 2 വർഷമായിട്ട് ഈ ഒരു പ്രോബ്ലം ഞാൻ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യുന്നത് 2024 അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 15 പട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏകദേശം 70 പട്ടികളോടായത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. അത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഈ പരാതി കൊടുത്തപ്പോൾ എന്താ റെസ്പോൺസ് എന്തായിരുന്നു? പരാതി കൊടുത്തപ്പോൾ ഉള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ആ ഒരു സമയം ഒരു 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ടും അതിന് എനിക്ക് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ പോയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ഞാൻ ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയപ്പോൾ ആകെ 2 പട്ടിയായിരുന്നു. ആ 2 പട്ടിയാണ് ഇപ്പൊ 70 പട്ടിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഉള്ളിൽ സങ്കടം ഇങ്ങനെയൊന്നും പറയരുത്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്.